ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ സിറ്റിയിലോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നുണ്ട് ഗായ്സ്. അപ്പം നമ്മൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി ഈ വീട്ടിൽ വരുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഞെട്ടിക്കാൻ വേണ്ടി നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു സർപ്രൈസ് നമ്മൾ വെളിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് എന്തായാലും ഞാൻ കാണിച്ചു തരാം. മെസ്സിക്ക് കിട്ടിയ വേൾഡ് കപ്പ്, പക്ക വേൾഡ് കപ്പ് റൊണാൾഡോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും താഴെ CR7 എന്നും കൂടെ എഴുതിയ ഒരു വേൾഡ് കപ്പിന്റെ സ്റ്റാച്യു ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി തയ്യാറായി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ ഫോർച്യൂണർ എടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിക്കപ്പ് ചെയ്യാൻ പോകാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ട്രെയിനിലാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടെ പോയി നിൽക്കണം. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വരും. അപ്പം നമുക്ക് നെട്ടിക്കണ്ടേ ഗൈസ് നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ നമുക്ക് എന്തായാലും കൂട്ടിക്കൊണ്ടുവരാം. അപ്പം മെസ്സി വന്ന സമയം കൂടിയാണ് ഇന്ത്യയിൽ. ആ സമയത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണം ഗൈസ്. പിന്നെ നമ്മൾ നേരെ പോകുന്ന വഴി നമ്മുടെ ഗ്രാമം വഴിയാണ്. നമ്മുടെ ഗ്രാമത്തെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ വ്യൂസ് ഒന്നും വലുതായിട്ട് കിട്ടിയില്ല. അപ്പം നിങ്ങളൊന്നും അത് പോയി ചെക്കൗട്ട് ചെയ്യട്ടെ. അപ്പം നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. പിന്നെ റൊണാൾഡോയ്ക്ക് വല്ല ഗെയിമൊക്കെ കൊടുക്കണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല ഫുട്ബോളിൻ്റെ അങ്ങനെയുള്ള ഗെയിം മറ്റേ കൊടുക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതെന്തായാലും ഞാൻ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇത് ഒരു പാർട്ട് 1 വീഡിയോ ആണ്. നമ്മൾ പാർട്ട് 2 അതൊക്കെ നമ്മളെ വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണിക്കുന്നത് നമ്മൾ ഈ വീഡിയോ തന്നെ കേട്ടാ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണാൻ ശ്രമിച്ചു. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് റിക്വസ്റ്റ്. ഇപ്പം നമുക്ക് എന്താ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിരിക്കാൻ. ഇപ്പം മണ്ട എന്താ കസേരയുടെ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഇവരൊന്നും അറിഞ്ഞിട്ടില്ല ഗൈസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മൾ മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പം നമ്മൾ മാത്രം നമ്മളെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു ഗൈസ്. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു. നമ്മളെ ക്രിസ്ത്യാനോ വന്ന ട്രെയിനിലേക്ക് ക്ലിപ്പൊക്കെ നമ്മളിന്ന് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഡിലീറ്റ് ചെയ്താലും മിസ്സായിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും റൊണാൾഡോയെ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. റൊണാൾഡോ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ റൊണാൾഡോയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോഴത്തേക്കും റൊണാൾഡോ നമ്മൾ ഓട്ടിക്കുകയാണ് ഗൈസ്. അത് വളരെ മോശമായ കാര്യം എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. പക്ഷെ നമ്മൾ കാറങ്ങ് ദൂരം കൊണ്ടിട്ട് നമുക്ക് എന്തായാലും കാർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാം. ഓ, റൊണാൾഡോ അടുത്ത് എത്തി കേട്ടോ ഗൈസ്. റൊണാൾഡോ കയറുമല്ലോ റൊണാൾഡോ. ആ റൊണാൾഡോ നമ്മൾ നേരെ വീട്ടിലോട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ റൊണാൾഡോ നമ്മളെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് റൊണാൾഡോ മലയാളം എങ്ങനെ അറിയാവൂന്ന് ഞാൻ ചോദിച്ചു നോക്കാം. അപ്പം റൊണാൾഡോ, നിങ്ങൾക്ക് എങ്ങനെ മലയാളം നല്ല അറിയാവുള്ള? അതാണെങ്കിൽ എന്റെ ഇഷ്ടപ്പെടുന്ന എല്ലാരും കേരളത്തില്. അപ്പം ഞാൻ മലയാളം കൂടെ പഠിക്കണ്ട്. റൊണാൾഡോ, പിന്നെ ഇതാണ് നമ്മളെ ഗ്രാമം. എന്റെ ഗ്രാമമല്ല, നമ്മളെ സിറ്റിയുടെ അടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ്. എന്തായാലും ഞാൻ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ കൊണ്ട് കാണിച്ചു തരാൻ കേട്ട ഗ്രാമം. ഒരു കാണേണ്ട ഒരു ഗ്രാമമാണിത്. ക്രിസ്ത്യാനോ നമ്മളെ വീടെത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനോയിലേക്ക് ഞാൻ ഒരു സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടൂല എന്നൊക്കെ അറിഞ്ഞൂടാ. അതെന്താണ് സെപ്പറേറ്റ്? എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വേൾഡ് കപ്പ് ഒക്കെ ആയിരിക്കണം. നീ ഇഷ്ടപ്പെടണമെങ്കിൽ വേൾഡ് കപ്പ് ആണോ? വേൾഡ് കപ്പ് അല്ല, വേറൊരു സർപ്രൈസ്. നെട്ടും എന്തായാലും. ക്രിസ്ത്യാനോ നമുക്ക് ആദ്യം പോയി സർപ്രൈസ് എന്തായാലും കാണാം. ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് എന്നാണ് വിചാരിച്ചല്ല, അതാണ്. അപ്പം ക്രിസ്ത്യാനോ റിയാക്ഷൻ കാണാം. ഇത്രയും പ്രതീക്ഷയില്ല. അത് CR7 ചെയ്തിട്ടുള്ള വേൾഡ് കപ്പ് എനിക്ക് ഇതൊന്നല്ലേടാ. അതും സ്റ്റാച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിന്റെ സർപ്രൈസ്. എനിക്കില്ലേ ക്രിസ്ത്യാനോട് കൂടുതൽ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഇത് എന്നെ തന്നത് ഗൈസ്. പിന്നെ ബാക്കി നമ്മളെ റൊണാൾഡോ വേറെ ആളൊക്കെ മീറ്റ് ചെയ്യും, അതൊക്കെ വീഡിയോ ഒക്കെ വരും. അപ്പോഴത്തേക്കും ഇതിനെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ പാർട്ട് 2 നമ്മൾ റൊണാൾഡോ ഫുട്ബോൾ കളിക്കുന്നതും കുറേ കാര്യങ്ങൾ അതിലാണുള്ളത്. അപ്പം പാർട്ട് 2 നാളെ എന്തായാലും ഞാൻ ഇടുമ്പോൾ ഒരു 6:30 വൈകിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.